കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിലാണ് ശബരിമലയിൽ നടക്കുന്ന കൊള്ളകളുടെ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് ശബരിമലയിലെ പുതിയ പുതിയ കൊള്ളകളുടെ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്ഷേത്രത്തിലോ ദൈവത്തിലോ വിശ്വാസമില്ലാത്ത ആളുകൾ ഭരണത്തിൽ കയറിയ ശേഷമാണ് ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളാണ് അയ്യപ്പനെ കാണാൻ വേണ്ടി, അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അവരാണ് ഓരോ വർഷവും കാണിക്ക ഇനത്തിലും മറ്റു കാര്യങ്ങളിലും കോടികൾ ഇവിടെ നൽകുന്നത്. ഇപ്പൊ ആ കാണിക്ക പോലും അടിച്ചു മാറ്റുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റിന്, ദേവസ്വം ബോർഡിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലേ? അവര് ഭഗവാന് വെച്ച കാണിക്ക പോലും അടിച്ചു മാറ്റുന്ന തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് ഇതിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇപ്പോൾ പത്രവാർത്തകൾ പറയുന്ന 1999 അന്ന് UB ഗ്രൂപ്പിന്റെ ചെയർമാനായ ശ്രീ വിജയ മല്ലയ്യ സ്വർണം പൂശി നൽകിയ ദ്വാരപാലക ശില്പങ്ങളാണ് ദേവസ്വം ബോർഡ് ചെമ്പായിട്ടാണ് വീണ്ടും കൊടുത്തതെന്നാണ് അറിയപ്പെടുന്നത്. എന്തെല്ലാം മറിമായങ്ങളാണ് ഇവിടെ നടക്കുന്നത്. UB ഗ്രൂപ്പിന്റെ ചെയർമാൻ വിജയ മല്ലയുടെ പ്രതിനിധി പറയുന്നു ഇത് സ്വർണമാണ് കൊടുത്തത്. ഇപ്പോൾ വീണ്ടും അത് സ്വർണം പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ചെമ്പ് വാളികളാണെന്ന് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. അതുകൊണ്ട് ഇതെന്താണ് വസ്തുതകളെന്നുള്ള കാര്യം പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു ഇത് ചെമ്പ് വാളികളാണെന്ന് വ്യക്തമായി തന്നെ പറയുന്നു. എനിക്ക് ദേവസ്വം മന്ത്രിയോട് 6 ചോദ്യങ്ങളാണ് ചോദിക്കാനായിട്ടുള്ളത്. കേരളത്തിലെ ദേവസ്വം മന്ത്രിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. 1, 1999 വ്യവസായിയായ വിജയ മല്ലയ്യ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശി നൽകിയെന്നാണ് വാർത്തകൾ. അത് ദേവസ്വം ബോർഡിന്റെ രേഖയിൽ എങ്ങനെ ചെമ്പായിട്ട് മാറി? ഈ തിരുത്തലിന്റെ പിന്നിൽ ആരാണുള്ളത്? വിജയമല്ലയുമായി കരാർ പൂർത്തീകരിച്ചതിന്റെ രേഖകൾ പുറത്തുവിടാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമോ? 2, ശബരിമലയിൽ സ്വർണം പൂശാൻ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ കേരളത്തിനകത്തും പുറത്തും വ്യാപകമായി പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല പ്രശസ്തരായ സിനിമാ ജയറാമിനെ പോലുള്ള ആളുകളെ വരെ വിളിച്ചു വരുത്തി പൂജയിൽ പങ്കാളികളാക്കി ഇതിന് വിശ്വാസ്യത വരുത്താനും ശ്രമിക്കുകയുണ്ടായി. അപ്പൊ സംസ്ഥാനത്തിന്റെ പുറത്ത് വ്യാപകമായ പണപ്പിരിവ് നടത്താൻ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരുന്നോ? അല്ല, ദേവസ്വം ബോർഡിന്റെ അനുവാദമില്ലാതെയാണ് ദ്വാരപാലക ശില്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തുകയും പണം പറ്റുകയും ചെയ്തെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇതുവരെ കേസെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല? 3, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു മാനുവലുണ്ട്, ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവുകളുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ ദ്വാരപാലക ശില്പങ്ങളും പീഠവും ഒക്കെ എങ്ങനെ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് പോയി?